ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണി നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും. 72 ദിവസം ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്ന ഷീല സണ്ണി വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിന്റെ ആസൂത്രണത്തിന് പിന്നിൽ ഷീല സണ്ണിയുടെ മരുമകളുടെ അനുജത്തി ലിവിയ ജോസ് ആണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. മരുമകളുമായി ഷീല സണ്ണിക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് ഈ കൃത്യം ചെയ്യാൻ കാരണമെന്നാണ് അറിയുന്നത്. പ്രതി നാരായണദാസിനെയും ഷീല സണ്ണിയുടെ മരുമകളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, പറയൂ. ഗുഡ് മോർണിംഗ് എസ്. ഈ ചാലക്കുടി വ്യാജ ലഹരി കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കേസിലെ ഒന്നാം പ്രതി കൂടിയായ നാരായണദാസ് പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. അയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പോലീസിന് നിർണായക വിവരം കിട്ടിയത്. അതായത് ഈ കേസിന്റെ ഈ സംഭവത്തിന്റെ ആസൂത്രണത്തിന് പിന്നിൽ ഷീല സണ്ണിയുടെ മരുമകളുടെ അനുജത്തി ലിവിയ ജോസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. മരുമകളുമായി ഷീല സണ്ണിക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് കൃത്യത്തിന് കാരണമായതെന്ന് ഈ നാരായണദാസ് മൊഴി നൽകിയിട്ടുണ്ട്. നാരായണദാസിനെയും ഷീല സണ്ണിയുടെ മരുമകളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയുണ്ടായി പ്രത്യേക അന്വേഷണ സംഘം. തുടർന്നാണ് നാരായണദാസ് ലിവിയ ജോസിന്റെ പങ്ക് വെളിപ്പെടുത്തുകയുണ്ടായത്. ഷീല സണ്ണിയുടെ സ്കൂട്ടറിലും ബാഗിലും ലിവിയ ജോസ് ആണ് ലഹരി മരുന്ന് വെച്ചത്. ഇതിന്റെ ഫോട്ടോ പിന്നീട് നാരായണദാസിന് അയച്ചു നൽകി. നാരായണദാസ് തന്റെ സുഹൃത്തു കൂടിയായ എക്സൈസ് ഇൻസ്പെക്ടർ സതീശനെ, അതായത് കെ സതീശനെ വിവരമറിയിച്ചതിനെ തുടർന്ന് റെയ്ഡും നടന്നു. ഒരു കാര്യം ഓർക്കണം, ഈ റെയ്ഡ് നടക്കുമ്പോൾ ഈ ലിവിയ ജോസ് ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ ബ്യൂട്ടി പാർലറിന്റെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് നാരായണദാസ് നൽകിയിട്ടുള്ള മൊഴി. നിലവിൽ ലിവിയ ജോസ് സ്ഥലത്തില്ല, വിദേശത്താണ്, ഒളിവിലാണ്. അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമം അന്വേഷണ സംഘം ആരംഭിച്ചു കഴിഞ്ഞു. വല്ലാത്ത കൊടും ചതി തന്നെയാണ് കുടുംബത്തിനുള്ളിൽ നിന്ന് തന്നെ ഈ ഷീല സണ്ണിക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്.